വാർത്തെടുത്തിട്ട് ഹബീബിന്റെ വികാരത്തിന് വില കൊടുക്കാത്തവൻ എന്തിന് മദീനയിലേക്ക് പോകണം? ഈ ജൂതനെ പോലെ നീ നസ്രാനിനെ പോലെ ജീവിക്കുകയാണെങ്കിൽ എന്തിനങ്ങോട്ട് പോകണം? ഹദീസിൽ നോക്കുണ്ടെന്നൊന്നും വിചാരിക്കണ്ട. മീശ വെട്ടിൻ, താടി വിട്ടേക്കിൻ, എന്നിട്ട് വെറുതെ പറഞ്ഞില്ല ഖാലിഫുൽ യഹൂദ വൻ നസാറ, ജൂതനും നസ്രാനിനോട് നിങ്ങൾ എതിരാവണം എന്ന് പറഞ്ഞ നുബുവത്തിന്റെ നാവോട്ട് പറഞ്ഞ ആ ഹബീബിനെ കുത്തി നോവിക്കാൻ എന്തിനാ നിങ്ങൾ മദീനയിലേക്ക് പോണത്? നിങ്ങൾ പോണ്ട. മര്യാദയ്ക്ക് സുന്നത്തനുസരിച്ച് പോകാൻ കഴിയാത്ത പോണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ആ ഹബീബിനെ നിങ്ങൾ നോവിക്കരുത്. കാരണം ജൂതന് താടിയില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച നബിയാണത്. പിന്നെ ഹബീബിന്റെ ഉമ്മത്തിക്ക് താടിയില്ലെങ്കിൽ ഹബീബിന്റെ ഏതായിരിക്കും? പാശ്ചാത്യന്റെ കോലങ്ങൾ കെട്ടിട്ട് ഭൂമിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടായിരിക്കാം. നാളെ ലഷ്കരയിൽ ഹബീബിന്റെ അടുക്കൽ ഒരു അഡ്രസ് ഉണ്ടാവില്ല. ഞാൻ തുറന്നു പറയാം, ഹബീബിന്റെ അടുക്കൽ ഒരു അഡ്രസ് ഉണ്ടാവില്ല. നിങ്ങളെ ഭൂമിയിൽ താങ്ങി നടന്നവർ ഒരു പക്ഷേ അവിടെ ഞങ്ങൾക്ക് ആരുണ്ടാവില്ല. നിങ്ങൾ ആരൊക്കെ കണ്ടിട്ട് നിൽക്കണ്ട. ഇത് നബി തങ്ങളുടെ വികാരമാണ്, ഹബീബിന്റെ വികാരമാണ്. ഒരു ഡസനിൽ കൂടുതൽ ഹദീസ് ഞങ്ങൾക്ക് സഹീഹായത് കാണിച്ചു തരാം. താടി വെക്കാനുള്ളത് എവിടുന്നാ ഈ ഉമ്മത്ത് താടി വരയ്ക്കാൻ തുടങ്ങിയത്? ആരാണ് ഈ ഉമ്മത്തിനെ താടി വരയ്ക്കാൻ പഠിപ്പിച്ചത്? അള്ളാന്റെ ഹബീബിന്റെ ഏതെങ്കിലും ഒരു സഹാബി താടി വരച്ചിട്ടുണ്ടോ? അള്ളാന്റെ പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ താടി വരച്ചിട്ടുണ്ടോ? ആരുടെ ചര്യാണ് നമുക്ക് കിട്ടിയത്? ഒരു പക്ഷെ ഭൂമിയിൽ മുസ്ലിമീങ്ങളുടെ അഡ്രസ്സിൽ നമുക്ക് ജീവിക്കാം, ആഖിറത്തിൽ ഒരു അഡ്രസ് ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹന്മാരെ, ഹബീബിനെ നോവിക്കാൻ വേണ്ടി അങ്ങോട്ട് പോണ്ട. കാരണം ഹജ്ജിന്റെ ഫർളല്ല മദീനയിൽ പോൽ. എന്തിനാ പിന്നെ അവിടെ പോയിട്ട് വേദനിപ്പിച്ചു പോരുന്നത്? ജീവിതകാലത്ത് മുഖം തിരിച്ച ഹബീബ് പിന്നെ ആ ഖബറിന്റെ അടുക്കൽ പോയി സലാം ചൊല്ലിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹന്മാരെ, ഹബീബിന്റെ ഹൃദയത്തിന്റെ നോവിന് അത് ഈ ഉമ്മത്തിന് ചെറുതല്ല നട്ടുണ്ടാക്കുക. ഉമ്മത്ത് അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാരണം, സകല പ്രതിസന്ധികളുടെയും കാരണം ഹബീബിന്റെ ഹൃദയത്തിനെ നോവിച്ചതാണ്. നിങ്ങൾ മറക്കണ്ട. സുന്നത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇന്ന് ഈ ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കൈപ്പുനീരിന്റെയും സകല പ്രയാസങ്ങളുടെയും ഏക കാരണം. വേറെ ഒന്നുമല്ല. വേറെ പലതും എക്കണോമിക്കും മറ്റേതും മറിച്ചതൊക്കെ നമ്മൾ പറയാൻ പറ്റ കാരണമേ ഉള്ളൂ. സുന്നത്ത് നട് വ്യതിചലിച്ചു, അള്ളാന്റെ നോട്ടത്തിന് ഈ സമുദായം ഇല്ലാതായി. ബസ് ഇത്രയുള്ളൂ.